മുഖ്യമന്ത്രിയുടെ പരിപാടിക്കിടെ മൈക്ക് വീണ്ടും പണിമുടക്കി. കോട്ടയം തലയോലപ്പറമ്പിലെ പരിപാടിക്കിടെയാണ് മൈക്ക് ഊരി വീണത്. ഇത് പരിഹരിച്ച് പ്രസംഗം വീണ്ടും തുടങ്ങിയെങ്കിലും അതിനു പിന്നാലെ പവർ ആംപ്ലിഫയർ കത്തിപ്പോയി. പ്രസംഗം വീണ്ടും തടസ്സപ്പെട്ടു. എല്ലാം തടസ്സങ്ങളാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലയോലപ്പറമ്പിലെ വേദിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. തൊട്ടു മുൻപ് ജോസ് കെ മാണി സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എത്തിയപ്പോഴാണ്, പ്രസംഗിച്ച 2 വാചകം പറഞ്ഞപ്പോഴാണ് മുന്നിലുണ്ടായിരുന്ന മൈക്ക് വീണത്. നമ്മുടെ സംഭവം ഉണ്ടായതിനു പിന്നാലെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഫലത്തിൽ പരിഭ്രാന്തരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വേദിയിലുണ്ടായിരുന്ന മന്ത്രി വി എൻ വാസവൻ, ജില്ലാ സെക്രട്ടറി എ വി റസൽ, ജോസ് കെ മാണി, ബിനോയ് വിശ്വം, അങ്ങനെ എല്ലാ നേതാക്കളും ഒരുമിച്ചെത്തി ഈ മൈക്ക് നന്നാക്കാനുള്ള ശ്രമമാണ് പിന്നീട് കണ്ടത്. ഇതിനിടെ മൈക്ക് ഓപ്പറേറ്ററും ഓടിയെത്തി. പക്ഷേ ഏതാണ്ട് 5 മിനിറ്റോളം മൈക്ക് നന്നാക്കാനായില്ല. അതായത് ഈ മുഴുവൻ സ്റ്റാൻഡ്, തറയിൽ വരെയുള്ള സ്റ്റാൻഡ് അല്ല ഉള്ളത്, ഈ ലെക്ചർ സ്റ്റാൻഡിൽ ഘടിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ പരിഭ്രാന്തിയാണ് പിന്നീട് കണ്ടത്. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വേദിയിലെത്തി പ്രസംഗിച്ചെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറായില്ല. മറ്റു വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും അടുത്ത സംഭവം ഉണ്ടാകുന്നത്. ഈ മൈക്കിന്റെയൊക്കെ കൺട്രോളുകൾ ഉള്ള, അതായത് വേദിക്ക് മുൻഭാഗത്തുള്ള കൺട്രോൾ ഉള്ള സ്ഥലത്ത് അവിടെ പവർ ആംപ്ലിഫയറിന് തീപിടിച്ചു. അതായത് ചെറിയ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെയും പെട്ടെന്ന് ചുറ്റിനും കുറെ സ്ത്രീകളൊക്കെയാണ് ഇരുന്നത്. അവർ പരിഭ്രാന്തരായി എണീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നു. എല്ലാം തടസ്സങ്ങളാണല്ലോ എന്ന് എണീറ്റ് വന്ന ജോസ് കെ മാണിയോട് മുഖ്യമന്ത്രി ചോദിക്കുന്നതാണ് കണ്ടത്. എല്ലാം തടസ്സങ്ങൾ തന്നെയാണ്. നോക്കട്ടെ, ശരിയായോ? ശരി, ഓക്കെ. എന്തായാലും സാധാരണഗതിയിൽ പലയിടത്തും മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പടക്കം കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ക്ഷോഭിച്ച് ഒന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്ന് മാത്രം. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും സൗമ്യതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ള കൗതുകമാണ്. അവിടെ നിന്ന പ്രവർത്തകർക്ക് പോലും അത്തരം കൗതുകങ്ങൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് കേട്ടു. എന്തായാലും ഈ മൈക്ക് ഓപ്പറേറ്ററോട് പിന്നീട് വിശദാംശങ്ങൾ പോലീസ് തേടുന്നതും കണ്ടു. തലയോലപ്പറമ്പിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ന്യൂസ് 18.